അകത്തേക്ക് കയറുവാൻ ശ്രമിക്കാം. അതും പറഞ്ഞ് വേട്ടക്കാരൻ ഗുഹയിലേക്ക് നടന്നു. അയാൾ അനായാസം തന്നെ ആ സ്വർണവാതിൽ കടന്നുപോയി. വേട്ടക്കാരൻ ഗുഹയ്ക്കുള്ളിൽ എത്തിയപ്പോൾ അവിടെ ഒരു ചെറിയ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ഓ, നീ നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു. നീ എന്തിനാണ് ഇവിടെ വന്നത്? ഒരു ആനയ്ക്ക് വിഷമുള്ളിൽ ചെന്നിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവൻ മരിച്ചു പോകും. ആ വിഷം ഇല്ലാതാക്കുന്ന എന്തെങ്കിലും ഒരു ഔഷധമാ എനിക്ക് വേണ്ടത്. ഇത് കേട്ടപ്പോൾ ആ മാലാഖ മുന്നോട്ട് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് മുന്നിലുള്ള ആ മരം കാണുന്നുണ്ടോ? അതിലൊരു നീല നിറമുള്ള പപ്പായ വളർന്നു നിൽക്കുന്നുണ്ട്. ആ പപ്പായയ്ക്ക് എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. ഇത് കേട്ട് വേട്ടക്കാരൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടിപ്പോയി. അയാൾ ആ പപ്പായ പറിച്ചെടുത്തു. മറുവശത്തെ മൃഗങ്ങളെല്ലാവരും രാമു ആനയുടെ ചുറ്റും ആശങ്കാകുലരായി നിൽക്കുകയായിരുന്നു. ആ വേട്ടക്കാരന് ഗുഹയ്ക്കുള്ളിൽ കടക്കുവാൻ കഴിയുമോ എന്നറിയില്ല. ഇവിടെ രാമു ആനയുടെ ജീവൻ അപകടത്തിലാണ്. അപ്പോഴേക്കും കയ്യിൽ ഒരു നീല പപ്പായയുമായി വേട്ടക്കാരൻ ബഗീരയോടൊപ്പം അവിടേക്ക് വന്നു. അവനെ കണ്ടതും ചോട്ടു ആനയുടെ കണ്ണുകൾ തിളങ്ങി. വേട്ടക്കാരനെങ്കിൽ നിങ്ങൾ വന്നോ? ഇതാ രാമു ആനെ, ഈ പപ്പായ കഴിക്കൂ. നിങ്ങൾ സുഖപ്പെടും.